നമ്മളിങ്ങനെ ഓടി വന്നൊരു നിസ്കാരം, ചാടി വന്നൊരു പോക്ക്. ജുമക്കൊക്കെ പോണ കണ്ടാൽ എന്ത് വരവ്, എന്ത് പോക്കുക. ഏടപ്പം നമ്മൾ ജുമ നിസ്കരിക്കണ്? ഖുതുബ കഴിയാറാവുമ്പോ ചാടി അങ്ങോട്ട് കയറും, സലാം വീട്ടിൽ നിന്ന് ചാടി അങ്ങ് പോകും. ആർക്ക് എന്ത് നിസ്കാരപ്പ? ആ വെള്ളിയാഴ്ച ദിവസം ഒരു അരമണിക്കൂർ പള്ളിയിൽ ചെലവഴിക്കാനില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം എന്താ? വെള്ളിയാഴ്ച അൽ കഹ്ഫ് പാരായണം ചെയ്യണം. വെള്ളിയാഴ്ചക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി കുളിക്കണം. 1, സുഗന്ധം പൂശണം. 2, ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രം ധരിക്കണം. 3, അൽ കഹ്ഫ് പാരായണം ചെയ്യണം. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. 5, ഖുതുബ പൂർണ്ണമായും ശ്രദ്ധയോടെ കേൾക്കണം. കാരണം 2 റക്അത്ത് നിസ്കാരത്തിന് ഡിസ്കൗണ്ട് നൽകിയത് ഖുതുബ അതിന്റെ സ്ഥാനത്താണ്. ആ ഖുതുബ ശ്രദ്ധാപൂർവം കേൾക്കാനാണ്. ആ ഖുതുബയുടെ നേരത്തെ സംസാരിക്കാൻ പാടില്ല. 6, വെള്ളിയാഴ്ച ദിവസം ദുആയിക്ക് ഇജാബത്തുള്ള ഒരു സമയമുണ്ട്, അത് പ്രതീക്ഷിക്കണം. 7, വെള്ളിയാഴ്ച ഒരു ദാനധർമ്മത്തിൽ നിന്നൊരു ചെറിയ ചില്ലി പൈസയെങ്കിലും നിങ്ങൾ ദാനം ചെയ്യണം. 8, ഇങ്ങനെ വെള്ളിയാഴ്ച നല്ല ബഹുമാനത്തോടെ കണ്ടാൽ ഒരാഴ്ചത്തേക്കുള്ള ഈമാനിന്റെ പവറാണ്, അത് ശക്തിയാണ്. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയിൽ ദുആയിക്ക് വലിയ പ്രതീക്ഷയാണ്. പ്രത്യേകം ദുആ ചെയ്യണം. ഇജാബത്ത് പ്രതീക്ഷയുള്ള ദിവസമാണ്. നമ്മളൊരു മുഅ്മിനായി ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. അതേ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ മറന്ന് എന്റെ വീടേ, എന്റെ പണമേ, എന്റെ പറമ്പേ, എന്റെ സംഖ്യയെ എന്ന് പറഞ്ഞു ജീവിച്ചാൽ നമുക്ക് നാളത്തേക്ക് ഒന്നും ഉണ്ടാവൂല. അൽ കഹ്ഫ് ഓതാൻ 10 മിനിറ്റ് ഇല്ല. ജുമാന്റെ ഖുതുബ കേൾക്കാൻ ഒരു 20 മിനിറ്റ് കൂടി വന്നാൽ നിസ്കാരം അത് കേൾക്കാൻ നേരല്ല. പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കും. ഇക്കാമത്ത് കൊടുക്കാൻ നേരം ചാടി അകത്ത് വീഴും. സലാം വീട്ടിയ ഉടനെ ചാടി പുറത്ത് വീഴും. പള്ളിയുടെ പുറത്തിറങ്ങിയ പിന്നെ എന്താ പണി? അവിടെ ഇങ്ങനെ തട്ടിമുട്ടി. എന്തിനാപ്പ നീ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ? പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കേടാ നീ എന്നാ ഗൾഫിൽ നിന്ന് വന്നേ? നീ എന്നാടാ പോന്നെ? ഈ പള്ളിയിൽ മര്യാദക്ക് എല്ലാ സുബ്ഹാനല്ലാഹും ചൊല്ലി അൽഹംദുലില്ലാഹും ചൊല്ലി ദുആയും കഴിഞ്ഞ് ഇറങ്ങി വന്ന ആള് പോയാലും ഈ ആദ്യം ചാടി ഇറങ്ങിയവൻ അവിടെ പള്ളിപ്പറമ്പിൽ കാണും വണ്ടിയും ചാരി. എന്തിനപ്പൊ നീ പള്ളിയിൽ നിന്ന് ചാടി ഇറങ്ങിയ? പള്ളിയിലിരിക്കുമ്പോ ഒരു പൊറുതിയേട്. കാരണം എന്താ? പണ്ട് സ്വർഗത്തിൽ നിന്ന് ചാടിച്ച ആളുണ്ടല്ലോ, അയാളിങ്ങനെ കാത്തുക്കുണ്ടായിരുന്നു പുറത്ത്. ഇബ്ലീസുൽ ലഈൻ. പള്ളിയിലിരിക്കുമ്പോ അയാളൊന്നും പറയാം, എന്തിനാണ് പള്ളി പോന്ന് പറയും. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലോ ഒരു തിരക്കുമില്ല. പള്ളിക്ക് കയറാൻ നേരം നിക്കട്ടെ, ഖുതുബ കുറച്ചും കൂടി ഉണ്ട്, കുറച്ചുകൂടി കഴിയട്ടെ, ഇഖാമത്ത് തുടങ്ങുമ്പോ കയറാം. ഇഖാമത്ത് തുടങ്ങാൻ നേരം ആ ചാടി വരുന്ന ഒരു ഒതുവൊക്കെ ഒപ്പിച്ച് തട്ടിമുട്ടി കൈ പകുതി എഴുതിയിട്ടുണ്ടാവും, മുഖം കഴിയിട്ടുണ്ടാവില്ല, ചാടി പള്ളി കയറി. എന്താണ് ഈ നിസ്കാരം? നമ്മുടെ ആ ആളുകളോട് ചോദിക്കണം, നിങ്ങൾക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നേരത്തെ വരാനും ജുമായുടെ നിസ്കാരവും കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞ് വളരെ നേരം ഉണ്ടായിരുന്നോ? ഇല്ല. അതിന്റെ അങ്ങനത്തെ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഈ വെള്ളിയാഴ്ച ഉണ്ടോ? ഇല്ല. അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവോ? ഇല്ല. ഇനി എന്നാ ഉണ്ടാവുക? എല്ലാരും കൂടെ കൊണ്ടുവന്ന് പള്ളിയത്തുകൊണ്ട് കിടത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വെള്ളിയാഴ്ച അവിടെ കാണും. പിന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അപ്പൊ നമ്മള് ചില ആള് വിചാരിച്ചേക്കുന്ന എല്ലാരും കൂടെ കൊണ്ടുപോയി പള്ളിയത്ത് കിടത്തുമ്പോ ജുമ ഫുള്ള് കേൾക്കാന്ന്. അതുവരെ ജുമയ്ക്ക് നേരല്ല. അപ്പൊ ജുമയ്ക്ക് നേരത്തെ പോണം. നേരത്തെ പറഞ്ഞതിലെ 9ാമത്തെ കാര്യമാണ് അത്തബ്കീർ. നേരത്തെ തന്നെ ജുമയ്ക്ക് പോണം. ഒരാള് നിസ്കാരം കാത്തിരിക്കുന്ന സമയം മുഴുവനും നിസ്കാരത്തിലാണ് എന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി.
ഒരാള് പള്ളിയില് wudu എടുത്ത് പള്ളിയിൽ വന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് അല്ലെങ്കിൽ ഖബലിയായ സുന്നത്ത് നിസ്കരിച്ച് ഫർള് നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയം മുഴുവനും നിസ്കാരത്തിലേതുപോലെയുള്ള കൂലി തരും പഠിച്ചോ. കാത്തിരിക്കണ സമയം.